നാഷണൽ ഹെറാൾഡ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒന്നും രണ്ടും പ്രതികളായതോടെ കടുത്ത പ്രതിസന്ധിയാണ് കോൺഗ്രസ് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് (ഇ ഡി) എടുത്ത കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് വിചാരണ ഘട്ടത്തിലേക്ക് നീങ്ങാതിരിക്കാൻ കോൺഗ്രസ് നേതൃത്വം എല്ലാ ശ്രമവും നടത്തിയിട്ടുണ്ടായിരുന്നു. ഇ ഡി കേസിനെതിരെ ഹൈക്കോടതിയെയും സുപ്രീം കോടതിയും സമീപിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ നടപടികൾ തുടരട്ടെ എന്നുള്ള നിലപാടാണ് ഡൽഹി ഹൈക്കോടതിയും സുപ്രീം കോടതിയും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഡൽഹി ഹൈക്കോടതിയാണെങ്കിൽ ഒരു പടി കൂടി കടന്ന് ക്രിമിനൽ ദുരുദ്ദേശം പ്രഥമ ദൃഷ്ട്യാ തന്നെ വ്യക്തമാണ് എന്നും കൂടി നിരീക്ഷിക്കുകയായിരുന്നു. ഇത് കോൺഗ്രസിന് ഒരു കടുത്ത വെല്ലുവിളി തന്നെയാണ് ഉയർത്തുന്നത്. ഇപ്പോൾ ഡൽഹിയിലെ പ്രത്യേക PMLA കോടതിയും കുറ്റപത്രം സ്വീകരിച്ച് തുടർ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. സോണിയും രാഹുലും ഒന്നും രണ്ടും പ്രതികളായുള്ള ഇ ഡി കേസ് വിചാരണ ഘട്ടത്തിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ നിയമപരമായി നേരിടുക എന്നതല്ലാതെ കോൺഗ്രസിന് ഒരു പോംവഴിയും വരുന്നില്ല. കേസിന്റെ ഗൗരവ സ്വഭാവം കണക്കിലെടുക്കുമ്പോൾ കടുത്ത ആശങ്കയും ഭീതിയും മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് ഉണ്ട് എന്നത് വ്യക്തമായ കാര്യം തന്നെയാണ്. രാഷ്ട്രീയ പകപോക്കലാണ് എന്നുള്ള വാദമാണ് അവർ ഉയർത്തുന്നതെങ്കിലും നാഷണൽ ഹെറാൾഡ് ഇടപാടുകൾ സുതാര്യമായിരുന്നില്ല എന്നുള്ള അഭിപ്രായം കോൺഗ്രസിൽ തന്നെ പലർക്കും ഉണ്ട്. 1937 5000-ഓളം സ്വാതന്ത്ര്യ സമര സേനാനികൾ ചേർന്ന് ആരംഭിച്ചതാണ് നാഷണൽ ഹെറാൾഡ് പത്രം. നിരവധി സ്വാതന്ത്ര്യ സമര സേനാനികൾ ഓഹരി ഉടമകളായുള്ള അസോസിയേറ്റഡ് ജേർണൽസ് ആണ് പത്രം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇംഗ്ലീഷിന് പുറമെ ഹിന്ദിയിലും ഉറുദുവിലും പത്രം ഇറക്കിയിട്ടുണ്ടായിരുന്നു. ദേശീയ തലത്തിൽ കോൺഗ്രസ് ക്ഷീണിച്ചതോടെ സാമ്പത്തികമായി പത്രം ദുർബലപ്പെട്ട് തുടങ്ങുകയായിരുന്നു. 2008 ഏപ്രിലിൽ അത് അങ്ങനെ അടച്ചു പൂട്ടുകയും ചെയ്തു. ഡൽഹി, ലക്നൗ, മുംബൈ തുടങ്ങിയ നഗരങ്ങളിലായി 2000 കോടിയോളം മൂല്യം വരുന്ന കെട്ടിടങ്ങളും ആസ്തിയും ശേഷിച്ചിട്ടുണ്ടായിരുന്നു. 2011 വിവാദ ഇടപാടുകൾക്ക് തുടക്കമാകുന്നത്. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഡയറക്ടർമാരായുള്ള യങ് ഇന്ത്യൻ എന്ന കമ്പനി വെറും 50 ലക്ഷം രൂപയ്ക്ക് അസോസിയേറ്റഡ് ജേർണൽസിനെ ഏറ്റെടുക്കുകയായിരുന്നു. അസോസിയേറ്റഡ് ജേർണൽസ് സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടപ്പോൾ പലപ്പോഴായി 90 കോടി രൂപ കോൺഗ്രസ് കടമായി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കടബാധ്യത അടക്കമാണ് യങ് ഇന്ത്യൻ വെറും 50 ലക്ഷം രൂപയ്ക്ക് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. യങ് ഇന്ത്യന്റെ 78% ഓഹരിയും സോണിയയുടെയും രാഹുലിന്റെയും പേരിൽ തന്നെയാണുള്ളത്. ട്രഷററായിരുന്ന മോത്തിലാൽ വോറയുടെയും കോൺഗ്രസ് നേതാവായിരുന്ന ഓസ്കാർ ഫെർണാണ്ടസിന്റെയും പേരിലാണ് ശേഷിക്കുന്ന ഓഹരികൾ വരുന്നത്. വോറ 2020 ഡിസംബറിലും ഫെർണാണ്ടസ് 2021 സെപ്റ്റംബറിലും അന്തരിക്കുകയായിരുന്നു. യങ് ഇന്ത്യൻ ഏറ്റെടുക്കുന്ന ഘട്ടത്തിൽ അസോസിയേറ്റഡ് ജേർണൽസിന് 1000-ലേറെ ഓഹരി ഉടമകളാണ് ഉണ്ടായിരുന്നത്. ഇവരെ അറിയിക്കാതെയായിരുന്നു ഏറ്റെടുക്കൽ എന്നത് ഇടപാടിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. ഏറ്റെടുക്കൽ തങ്ങൾ അറിഞ്ഞിട്ടില്ലായിരുന്നു എന്ന് ഓഹരി ഉടമകളായ മുൻ കേന്ദ്രമന്ത്രി ശാന്തി ഭൂഷണും മുൻ സുപ്രീം കോടതി ജഡ്ജി മാർക്കണ്ഡേയ കട്ജുവും പരസ്യമായി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അസോസിയേറ്റഡ് ജേർണൽസിനെ സോണിയയും രാഹുലും സ്വന്തമാക്കിയ ഘട്ടത്തിൽ 2000 കോടിയോളം രൂപയായിരുന്നു ആസ്തി മൂല്യം. നിലവിൽ ഇപ്പോൾ അത് 5000 കോടി വരുമെന്നാണ് ഇ ഡിയുടെ കുറ്റപത്രത്തിൽ വ്യക്തമായി പറയുന്നത്. ഡൽഹി, ലക്നൗ, മുംബൈ എന്നിവിടങ്ങളിലായി അസോസിയേറ്റഡ് ജേർണൽസിന് ഉണ്ടായിരുന്ന കെട്ടിടങ്ങൾ ഇ ഡി നേരത്തെ തന്നെ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഈ നടപടി കഴിഞ്ഞ ദിവസം PMLA അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ശരിവെക്കുകയും ചെയ്തിരുന്നു. ഇ ഡി കേസിന് പുറമെ CBI, വരുമാന നികുതി വകുപ്പ് എന്നീ ഏജൻസികളും നാഷണൽ ഹെറാൾഡ് ഇടപാടിലെ ക്രമക്കേടുകൾ അന്വേഷിച്ചു വരികയാണ്. ക്രിമിനൽ ഗൂഢാലോചന, വഞ്ചന തുടങ്ങിയ കുറ്റങ്ങളാണ് CBIയുടെ അന്വേഷണ പരിധിയിൽ വരുന്നത്. നാഷണൽ ഹെറാൾഡിന്റെ സ്വത്തുവകകൾ യങ് ഇന്ത്യൻ ഏറ്റെടുത്ത ശേഷം 85 കോടിയോളം രൂപയുടെ കള്ളപ്പണ ഇടപാടുകൾ സ്ഥാപനത്തിന്റെ മറവിൽ നടന്നിട്ടുണ്ട് എന്നും ഇ ഡി ആരോപിക്കുകയാണ്. കേസ് നടപടികൾ ഗൗരവത്തിൽ നീങ്ങിയാൽ വലിയ പ്രതിസന്ധിയിലാകും വരും ദിവസങ്ങളിൽ കോൺഗ്രസ് അഭിമുഖീകരിക്കാൻ പോകുന്നത്. നാഷണൽ ഹെറാൾഡ് കേസിന് പുറമെ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയ്ക്കെതിരായുള്ള ഭൂമി ഇടപാട് കേസിലും നടപടി പുരോഗമിച്ച് വരിക തന്നെയാണ്. മറ്റു പല പ്രതിപക്ഷ പാർട്ടികളെയും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ കേന്ദ്ര ഏജൻസികൾ വേട്ടയാടുമ്പോൾ ആഹ്ലാദിക്കുന്ന കോൺഗ്രസ് നേതൃത്വം എന്നാൽ സ്വന്തം നേതാക്കൾ പ്രതികളായതോടെ രാഷ്ട്രീയ പകപോക്കലാണ് എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചു വരുന്നത്. കേരളത്തിലും മറ്റും ഇ ഡിയെ പ്രകീർത്തിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ അതേ ഇ ഡി ഓഫീസിലേക്ക് കഴിഞ്ഞ ദിവസം മാർച്ച് നടത്തിയതും അവരുടെ ഇരട്ടത്താപ്പ് കൂടുതൽ വ്യക്തമാക്കുന്ന കാര്യം തന്നെയാണ്.